والصلاة والسلام على أشرف رسول الله وعلى آله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بالله أما بعد. ഏറ്റവും ബഹുമാനിക്കാനും പ്രിയപ്പെട്ട ഉസ്താദന്മാർ, മറ്റ് എന്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയുണ്ടായി, എന്റെ ഉമ്മത്ത് 73 വിഭാഗമാകും. കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത്തൻ വാഹിദ. അവർ സർവരും നരകത്തിലാണ്, ഒരു വിഭാഗം ഒഴികെ. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു, ആരാണ് നബിയെ കൂട്ടർ? അവിടുന്ന് പ്രതികരിച്ചു, മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും നിലകൊണ്ട ഏത് പ്രസ്ഥാനമുണ്ടോ അവരാണ് ആ വിഭാഗമെന്ന് അവിടുന്ന് പറയുകയുണ്ടായി. മറ്റൊരു റിവായത്തിൽ കാണാം, അവർ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സുന്നികളും ഇതര ആളുകളും തമ്മിൽ നിരവധി വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അവയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കൂട്ടുപ്രാർത്ഥന എന്ന് പറയുന്നത്. ഇതിന് പ്രമാണങ്ങൾ വല്ല പിന്തുണയുമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. സുന്നികൾ പറയും തീർച്ചയായിട്ടും ഉണ്ട്, പുത്തൻവാദികൾ പറയുന്നു അത് ബിദ്അത്താണ് എന്ന്. പ്രമാണങ്ങൾ പരിശോധിക്കാൻ നമുക്ക്. അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, ഫൈദാ ഫർഗത ഫൻസബ്, നബിയേ അങ്ങ് നിസ്കാരത്തിന് വിരമിച്ചാൽ ഫൻസബ്, അങ്ങ് പ്രാർത്ഥനയിൽ മുങ്ങിക്കൊള്ളണേ. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു അൻഹു, വൈദാ ഫറഗത ഐ മിൻ സ്വലാത്തിക ഫൻസബ് ഫിദ്ദുആ, ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഖതാദ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, അത് നിസ്കാര ശേഷമുള്ള ദുആ ആണ് എന്ന്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂട്ടുപ്രാർത്ഥന നടത്തിയിട്ടുണ്ടോ? അതേ ബഹുമാനപ്പെട്ട ആമിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, صليت مع رسول الله صلى الله عليه وسلم الفجر ولما سلم انحرف رفع يديه وقال اللهم بارك لنا في مدينتنا ومدنا وصاعنا. മജ്മുഉ സബായിൽ സബ്റാനി ഇമാം റിപ്പോർട്ട് ചെയ്യുന്നു. 305 കാണാം, എന്താണ് ഞാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ നിസ്കരിച്ചു, സുബഹി നിസ്കരിച്ചു. അങ്ങനെ നമസ്കാര ശേഷം അവിടുന്ന് ഞങ്ങളിലേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് അവിടുന്ന് മദീനയിൽ ബർക്കത്ത് നൽകണേ, ഞങ്ങളെ മുദ്ദിലും സ്വായിലൊക്കെ നീ ബർക്കത്ത് നൽകണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചതായിട്ട് പ്രബലമായ ഹദീസുകളിൽ രേഖപ്പെട്ടതായി നമുക്ക് കാണാം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇനി ഈ കൂട്ടുപ്രാർത്ഥന വിഷയത്തിൽ സുന്നികൾക്ക് അഭിപ്രായ തർക്കമില്ല. പക്ഷേ ഈ എതിർക്കുന്നവരായ പുത്തൻവാദി നേതാവ് തന്നെ പറയട്ടെ, തൈമിയയിൽ കാണാവുന്നതാണ്. എന്താണ് ഇമാം മഅ്മൂം ആമീൻ പറയുന്നുണ്ടെങ്കിൽ ആ ഇമാമ് ബഹുവചനം ഉപയോഗിച്ചു കൊള്ളട്ടെ. അല്ലെങ്കിൽ എന്താ, അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ, അങ്ങനെ ഇമാം ബഹുവചനം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഇമാം മഅ്മൂമിങ്ങൾ വഞ്ചിച്ചവനായി എന്ന് തന്നെ ഇബ്നു തൈമിയ്യത്തിന് കിതാബിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചുരുക്കത്തിൽ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും വളരെ വ്യക്തമാണ്, പ്രമാണബദ്ധമാണ് സുന്നത്ത് പ്രാർത്ഥന എന്നുള്ള കാര്യം. ഇനി ബഹുമാനപ്പെട്ട രണ്ടാം ശാഫി ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ മുഹദ്ദബിൽ രേഖപ്പെടുന്നതായി കാണാം. വയസ്തഹബു അയ്യദുആ അയ്ളൻ ബഅദ സലാമി ബിൽ ഇത്തിബാത്തി വജാഅതു ഹാദിഹിൽ മവാദിഅ അഹാദീസുൻ കസീറത്തുൻ സ്വഹീഹ. ബഹുമാനപ്പെട്ട സറഹുൽ മുഹദ്ദബിൽ 3484 പറയുന്നതായി കാണാം, നിസ്കാരം സലാം കേട്ടതിന് ശേഷം കൂട്ടുപ്രാർത്ഥന സുന്നത്താണ് എന്ന് ഇത്തിബാഅോട് തന്നെ സുന്നത്താണ് എന്ന് അവിടുന്ന് രേഖപ്പെടുന്നതായി കാണാം. കാരണം എന്ത്, ഈ വിഷയമായി കൊണ്ട് നിരവധി സ്വഹീഹായ ഹദീസുകൾ വളരെ വ്യക്തമായി വന്നിട്ടുണ്ടെന്ന് ഇമാം രേഖപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട നബവി ഇമാം രേഖപ്പെടുന്നതായി കാണാം. മാത്രവുമല്ല, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തപ്പോൾ സ്വഹാബത്ത് ആമീൻ പറഞ്ഞിട്ടുണ്ടോ? അതേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ദഅഉതു ഫഅമിനു, ഞാൻ ദുആ ചെയ്താൽ നിങ്ങൾ ആമീൻ പറയണേ എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പരിപൂർണമായി വിശ്വസിക്കുന്നവരാണ്, അംഗീകരിക്കുന്നവരാണ് സ്വഹാബത്ത് എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ലല്ലോ. അതുകൊണ്ട് ആ വിഷയത്തിലും
വളരെ വ്യക്തമായ മറുപടിയായിട്ടുണ്ട്. ചുരുക്കത്തിൽ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും പ്രമാണബദ്ധമാണ് കൂട്ടുപ്രാർത്ഥന എന്ന് പറയാം. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നാം ഒരു ഇമാമിന്റെ കൂടെ എല്ലാ ഇമാം തക്ബീർ കെട്ടി അദ്ദേഹത്തെ തുടർന്നുകൊണ്ട് നമ്മൾ തക്ബീർ കെട്ടി അങ്ങനെ റുക്കൂ ചെയ്ത് അങ്ങനെ സുജൂദ് ചെയ്ത് അങ്ങനെ നിസ്കാരം ചെയ്ത് നമ്മളെല്ലാം പൂർത്തിയാക്കി. ഇനി അവസാനമായിട്ടുള്ള കാര്യം അദ്ദുആ ഇബാദ. ആ മുഖ്യമായ അദ്ദുആ ഹുവൽ ഇബാദ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ? ആ കാര്യം മുഖ്യമായ കാര്യം ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഒരിക്കലും സ്വന്തമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒട്ടും ബുദ്ധിപരമായ കാര്യമല്ലല്ലോ. ചുരുക്കത്തിൽ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും പ്രമാണബദ്ധമാണ് കൂട്ടുപ്രാർത്ഥന. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും സുന്നത്ത് ജമാഅത്തിൽ ഉടയുറച്ച് വിശ്വസിച്ച് പെരുമാറട്ടെ. തെറ്റിദ്ധരിച്ച വല്ലവരുമുണ്ടെങ്കിൽ അവരെ ഹക്കായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നാഥൻ അവർക്ക് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ മത്സരം കഴിഞ്ഞാലുടൻ വേദി മുതൽ